ആധുനിക യുദ്ധലോകത്തെ സ്ഫോടക വസ്തുക്കളുടെ തലതൊട്ടപ്പൻ, ലോകത്തെ ഏറ്റവും മികച്ച ഭൗതിക സംഭാവനകൾക്ക് ഏറ്റവും മൂല്യമേറിയ സമ്മാനം എക്കാലവും നൽകാൻ സഹസ്രകോടി സ്വത്തുക്കളത്രയും നൽകിയ വ്യക്തി, ലോകം കണ്ട മഹാനായ ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് നോബൽ. 1833 ഒക്ടോബർ 21 സ്വീഡനിലാണ് ആൽഫ്രഡ് ജനിച്ചത്. പ്രത്യേകതരം ബോംബുകളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കുന്ന വ്യവസായിയായിരുന്നു പിതാവ്. പിതാവിൻ്റെ പാത പിന്തുടർന്ന് ആൽഫ്രഡും സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണ രംഗത്തെത്തി. 1864 നൈട്രോഗ്ലിസറിൻ എന്ന സ്ഫോടക വസ്തുവിൽ വെടിമരുന്നു ചേർത്ത് വൻ സ്ഫോടനം നടത്താമെന്ന് കണ്ടുപിടിച്ച ആൽഫ്രഡ് അതിൻ്റെ തുടർ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഹെലൻബോർഗിലെ ഗവേഷണശാല കത്തി. സഹോദരൻ എമിൽ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സ്വീഡനിൽ വ്യവസായം നടത്താനുള്ള ലൈസൻസ് റദ്ദായി. പിന്നീട് ജർമ്മനിയിലെ ഹംബർഗിൽ ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്നുള്ള ഗവേഷണത്തിലാണ് 1867 അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. കരിങ്കൽ ക്വാറികളിലും ഖനികളിലും നിർമ്മാണ മേഖലയിലും ഡൈനാമിറ്റ് അവിഭാജ്യ ഘടകമായി. കമ്പനി വളർന്നു. ആൽഫ്രഡ് ലോകസമ്പന്നരിൽ പ്രധാനിയായി. ലോകപ്രശസ്ത ആയുധ നിർമ്മാണ കമ്പനിയായ ബൊഫേഴ്സ് ഉയർന്നതിന് പിന്നിലും ഉടമയായ നോബലിൻ്റെ കഠിനാധ്വാനമായിരുന്നു. ഇലക്ട്രോ കെമിസ്ട്രി, ഒപ്റ്റിക്കൽ ബയോളജി, ഫിസിയോളജി തുടങ്ങിയ മേഖലകളിൽ 355 പാറ്റന്റുകളാണ് ആൽഫ്രഡ് നോബലിനുള്ളത്. പക്ഷേ മനുഷ്യരാശിക്ക് ഉതകുന്ന ഒരു കണ്ടുപിടുത്തം യുദ്ധത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കണ്ട് വേദനിക്കാനായിരുന്നു ആൽഫ്രഡിൻ്റെ വിധി. 1888 സഹോദരൻ ലുഡിങ് മരണപ്പെട്ടപ്പോൾ മരിച്ചത് ആൽഫ്രഡ് ആണെന്ന ധാരണയിൽ മരണത്തിൻ്റെ മൊത്ത വ്യാപാരി അന്തരിച്ചു എന്ന തലക്കെട്ടിൽ പത്രങ്ങൾ വാർത്ത കൊടുത്തു. ഇതറിഞ്ഞ ആൽഫ്രഡിലുണ്ടായ വേദന ചെറുതായിരുന്നില്ല. തൻ്റെ മരണത്തിൽ ആനന്ദിക്കുമ്പോഴല്ല, മറ്റുള്ളവർ അതൊരു നഷ്ടമായി കണക്കാക്കുമ്പോഴാണ് പ്രശസ്തിക്കും സമ്പന്നതയ്ക്കുമപ്പുറം ഒരു മനുഷ്യൻ വിജയിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനായി തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ നേട്ടം നൽകുന്ന വ്യക്തികളെ ആദരിക്കാനും ആ സമ്മാനത്തിന് നോബൽ സമ്മാനം എന്ന് പേരിടാനും തീരുമാനിച്ചു. അതിലേക്കായി 35 മില്യൺ സ്വീഡിഷ് ക്രോണ സംഭാവന ചെയ്തു. അത് നിലവിൽ 270 കോടി രൂപയാണ്. 1896 ഡിസംബർ 10 63-ാം വയസ്സിൽ ആൽഫ്രഡ് നോബൽ അന്തരിക്കുന്നത്. രസതന്ത്രം, സാഹിത്യം, സമാധാനം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ 6 മേഖലകളിൽ നോബൽ പുരസ്കാരം നൽകുന്നുണ്ട്. 1901 മുതൽ പുരസ്കാരം നൽകി തുടങ്ങി. മനുഷ്യരാശിക്ക് ആകെ അസാധാരണ സംഭാവനകൾ നൽകിയ വ്യക്തികളെ അംഗീകരിക്കുന്ന നോബൽ സമ്മാനം പ്രചോദനത്തിൻ്റെ പ്രകാശഗോപുരമായി ഇന്നും പ്രയാണം തുടരുമ്പോൾ അനശ്വരനാവുന്നത് ഒരിക്കൽ മരണത്തിൻ്റെ മൊത്ത കച്ചവടക്കാരൻ എന്ന് ലോകം വിളിച്ച ആൽഫ്രഡ് നോബൽ കൂടിയാണ്.